സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ബാക്ക്. എനിക്കറിയാം നീയൊക്കെ ചാറ്റിൽ ഈ പവർ എന്ന് പറയണത് എന്താവുന്നത്. നമ്മളെ പഴയ ലൈവ് എടുത്ത് വെച്ച് അവരാധിക്കുന്ന ഞാൻ കണ്ടേ ഡ്രീമറിന്റെ ലൈവിൽ പഴയ ലൈവ് എടുത്ത് വെച്ച് അവരാധിക്കുന്ന ഞാൻ കണ്ടു കേട്ടാ. നീയൊക്കെ മുടിഞ്ഞു പോടാ. മൈക്കില്ലെന്നോ? മൈക്കില്ലേ ഗൈസ്? മൈക്കുണ്ടോ ഇല്ലെന്ന് പറഞ്ഞേ. ഉണ്ടോ? ഓക്കെ. ബാക്കിലത്തെ ലൈറ്റ് വേണം. ബാക്കിലത്തെ ലൈറ്റ് എടാ 2 ദിവസം അവളുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടാ. അവളുടെ അമ്മയുടെ ചാർജർ എടുത്തു വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളിക്കാരി ഇന്നലെ പോയി. പുള്ളിക്കാരി ചാർജർ എടുത്തോണ്ട് പോയി. അതിന് കുത്താൻ ഇനി പിന്നില്ല. ഞാൻ പിൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും. ആ ലൈറ്റ് പോണാവുന്നില്ല. ഞാൻ ഐസായിട്ട് അത് എടുത്ത് വെച്ചിരുന്നതാണ്. അത് കൊണ്ടുപോയി പുള്ളിക്കാരി എടുത്തോണ്ട് പോയി. എല്ലാവർക്കും വെൽക്കം. ഫേവർ ആവട്ടെ. എടാ അതുണ്ടല്ലോ, അത് പറയടാ. പണ്ടത്തെ സ്ട്രീമേഴ്സിന്റെ ഒരു ശൈലിയായിരുന്നു അത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗോകുലി കേട്ടിട്ടില്ലേ? മുത്താണ് ഈ അതുപോലത്തെ ഒരു ശൈലിയാണ് മറ്റേ ഫേവറാവട്ടെ. അതുപോലെ മറ്റേ ഉണ്ടല്ലോ ഒരു സാധനം, പൊളി അൽപ്പൊളി കട്ടപ്പൊളിയോ അങ്ങനത്തെ സാധനമില്ലേ? അതുപോലത്തെ ഒരു പാറ്റേൺ ആയിരുന്നു കേട്ടോ. പണ്ട് എല്ലാ സ്ട്രീമേഴ്സ് അങ്ങനെയായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്. സ്ട്രീമറിന്റെ ഒരു സംസാര രീതി ഉണ്ടായിരുന്നു. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ആൻഡ് ഗൈസ്, ഞാൻ വേറൊരു കാര്യം പറയാം. ചാറ്റിലും കുറെ പേര് പറയുന്നുണ്ട്. ഞാനിത് ജസ്റ്റ് എൻ്റെ ഒരു സൈഡിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു തുടങ്ങുവാണ്. അതായത് എൻ്റെ പേരൊക്കെ ഇതിനകത്ത് വന്നതുകൊണ്ട് പറയുവാണ്, വേറൊന്നും കൊണ്ടല്ല. ഈ RP അപരാധത്തിലൊക്കെ എൻ്റെ പേരൊക്കെ ഇങ്ങനെ വന്നതുകൊണ്ട് പറയുവാണ്. ഇപ്പൊ MRC vs MRC നടക്കുന്ന ഇഷ്യൂല്, അതായത് MRC vs MRC എന്ന് പറഞ്ഞാൽ മീൻ ഷെമീർ vs ഷെയ്ഖ് അടി നടക്കുന്നതിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ, ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പേ ഇവരുടെ 2 പേർക്കും എതിരെയുള്ള പ്രൂഫും മറ്റേ അതും ഇതും ഓരോ ചെയ്തതെല്ലാം എനിക്ക് കൊണ്ട് തന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്തു വെച്ച് അവരാധിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് അന്നേ ഷെയ്ഖിനെയും വിളിച്ച് പറഞ്ഞു, അതുപോലെ ഷെമീറിനെയും വിളിച്ച് 2 പേരുടെ അടുത്തും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരാധിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് ഒഴിവാക്കിയതാണ്. ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പുതുമയായിരിക്കും. എനിക്ക് പക്ഷേ ഇതറിയാം. എനിക്ക് ഒരുപാട് നാൾക്ക് മുമ്പേ അറിയാം. സിറ്റിയിലെ സിറ്റുവേഷന്, അവരുടെ ബൂട്ട് ക്യാമ്പിലെ കാര്യങ്ങൾ എനിക്ക് വിളിച്ച് പറയാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അലിൻ ജോസ് പെരേരയുടെയൊക്കെ ആ സിറ്റുവേഷൻ വന്നപ്പം ഷെമീർ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് ഇതുപോലെ പറഞ്ഞത്, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുതെന്ന്. എനിക്കിത് നല്ലതുപോലെ നേരത്തെ തൊട്ടേ അറിയാം. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുക അവരുടെ ഇടയ്ക്ക് നടന്ന പ്രശ്നങ്ങൾ ഒരിക്കലും എനിക്ക് ആഘോഷിക്കാനും അത് വിളിച്ചു പറയാനും എനിക്ക് താല്പര്യമില്ല. കാരണം TV-ക്കകത്ത് ഇതുപോലെ ഒരു വർഷം മുമ്പ് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട വന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ വിഷമവും എല്ലാം അറിയാം. ഒരുമിച്ചൊരു ഗ്യാങ്ങായിട്ട് മുന്നോട്ട് വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ആൾക്കാർ മാറിപ്പോകുമ്പോഴുള്ള വിഷമം നല്ല രീതിയിൽ അനുഭവിച്ചൊരുത്തനാണ് ഞാൻ. അതെനിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ എൻ്റെ സൈഡ് ഞാൻ പറയാമല്ലോ, ഞാനും റിബലും ചിലപ്പോൾ ഒരുപക്ഷെ സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ കാണേണ്ട വന്നേനെ. അതിൽ എനിക്ക് റിബലിനോട് റെസ്പെക്ട് ഉണ്ട്. സത്യം പറയാം, എനിക്ക് റിബലിനോട് റെസ്പെക്ട് ഉണ്ട്, എനിക്ക് എന്നോട് റെസ്പെക്ട് ഉണ്ട്. ഞാനും റിബലും ഞങ്ങളുടെ ഇഷ്യൂസ് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പം ഇതുപോലത്തെ ലൈവുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേനെ. ഞങ്ങൾ ലൈവിൽ ഇത്രയും നാളായിട്ട് ഞങ്ങൾ 2 പേരും തീരുമാനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് ഞങ്ങൾക്ക് താല്പര്യമില്ല ഡിസ്കസ് ചെയ്യാൻ എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇതുപോലെ ആയി പോയേനെ ചിലപ്പം. ഒന്നാമതേ ഞങ്ങൾ എല്ലാവരും മൈൻഡ്ഫക്ക് ആയതാണ് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റിൽ. ഞങ്ങൾ അവരുടെ വഴിക്ക് പോയി, നമ്മൾ നമ്മുടെ വഴിക്ക് വന്നു, നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു, അവരവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ആരെ ഉപദ്രവിക്കാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തടത്തോളം കാലമാണ്. അതുകൊണ്ട് പറഞ്ഞത്. കാരണം നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞതാണ്, ഞാൻ എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്കലി നിങ്ങൾക്ക് വന്ന് പറയാമെന്ന് ഫേസ് ക്യാം ഇട്ട് ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇന്ന് എൻ്റെ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയവർ നമ്മുടെ ഏറ്റവും വലിയ റൈവലറി ഗ്യാങ്ങിലാണ് കളിക്കുന്നത്. അതായത് ദിഗോഡും പപ്പടം അടക്കം എല്ലാവരും അവിടെ കളിക്കുന്നത്. എന്നിട്ട് പോലും എന്നെ പറ്റി അവർ ഇതുവരെ ഒന്നും വന്ന് പറഞ്ഞിട്ടില്ല. പറയാനുള്ള അവസരം ഒന്നാമത്തെ കാര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴും ആരും വന്ന് സംസാരിക്കാറില്ല. കാരണം ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ അതിനകത്ത് അങ്ങനെ ഞങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ TV-ക്കകത്ത് ഞങ്ങൾ അതിനെ തമ്മിലടി ആയിട്ടില്ല. ഉണ്ടായത് ഞാനും റിബലും തമ്മിലുള്ള ഇഷ്യൂ ആയിരുന്നു. അത് നമ്മൾ അവിടെ വിട്ടതാണ്. അതുപോലെ ഈ ഒരു കാര്യത്തിലും ഇനി ഇവർ 2 സൈഡിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ എന്നെ ഡ്രാഗ് ചെയ്താലും എനിക്കിതിൽ ഇടപെടാൻ താല്പര്യമില്ല. തൊപ്പി എക്സ്പോസ്ഡ് ബ്രോ. ഞാൻ ഷെമീറിന്റെ വീഡിയോ ഞാൻ കണ്ട്. അതൊക്കെ ഒരു സൈഡ് മാത്രമല്ല നിങ്ങൾ കേൾക്കുന്നുള്ളൂ. തൊപ്പിക്ക് പറയാനുള്ളത് തൊപ്പി ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ കാര്യമാണ് പറയണത്. എനിക്കിതിൽ അഭിപ്രായം പറയാനും സത്യം പറഞ്ഞാൽ സന്തോഷിക്കാനും എനിക്ക് താല്പര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ തമ്മിലടിച്ച് കാണുന്നത് ഒരു വൃത്തികെട്ട ഒരു മെന്റൽ ഹെൽത്ത് ആയിരിക്കും എല്ലാവർക്കും, കാണുന്ന എല്ലാവർക്കും. അപ്പം തൊപ്പിയുടെ കാര്യമൊക്കെ തൊപ്പി വന്ന് അവൻ ഷൂട്ടിലും കാര്യങ്ങളിലൊക്കെ അല്ലേ, അത് കഴിഞ്ഞിട്ട് വന്ന് പറയുമായിരിക്കും. ഇവർക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. ഇതിനകത്തോട്ട് എൻ്റെ പേര് പലയിടത്തായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ താല്പര്യമില്ല, ഇതാക്കാൻ താല്പര്യമില്ല. ഞാൻ ഇന്ന് MRC-യിലെ മെമ്പേഴ്സിനെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവരിന്ന് എന്തോ പരിപാടിക്ക് എറണാകുളത്ത് വന്നിട്ടുണ്ട്. ഈ ലൈവ് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ വരും, അവരെൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട്
ഗെയിമാണ്. എനിക്ക് നാളെ MRC എതിരെ വന്നാലും MRCക്ക് എതിരെ സംസാരിക്കും. കാരണം എൻ്റെ ഗ്യാങ്ങിനെതിരെ വന്ന അത് ഉറപ്പാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇവരുടെ ഒന്നും ഒരു OC കാര്യങ്ങൾ എനിക്ക് അവരാധിക്കേണ്ട, മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഞാൻ അവരെ കാണുകയും ചെയ്യും, ഇതാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും എനിക്കില്ല. ഗെയിമിൽ വരുമ്പോൾ എൻ്റെ ഒപ്പോണൻ്റാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഇനി ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ഇവരുടെ ഇഷ്യൂസ് കാര്യങ്ങൾ സ്പാം ചെയ്യരുത്. എനിക്കിതെല്ലാം അറിയാവുന്നതാണ്. ഈ പറയുന്ന ഇൻക്ലൂഡിങ് ബൂട്ട് ക്യാമ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇവരെല്ലാം പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ എന്തൊക്കെ സത്യമുണ്ട് സത്യമില്ല എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അവരുടെ സൈഡിൽ നിന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. വെറുതെ അവരുടെ പ്രശ്നത്തിലോട്ട് എനിക്ക് തലയിട്ട് വെറുതെ ഒന്നാമത്തെ കാര്യം അത് വെച്ച് റീച്ചും ഉണ്ടാക്കേണ്ട, എനിക്ക് അതിനകത്ത് ഇടപെടാൻ വേണ്ട. എനിക്കൊരു കോൺട്രവേഴ്സിയിലോട്ട് അടുത്ത് പോകാൻ താല്പര്യമില്ല. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. നമുക്ക് ഇന്ന് സിറ്റിയിൽ കയറണം. വൈ ഡോണ്ട് മിസ് അങ്ങനെയല്ല, ഞാൻ RP സ്ട്രീം കുറച്ച് ദിവസം അതിലൂടെ ചെയ്തിട്ട്, അപ്പൊ RPയിലോട്ട് കയറാം എന്നുള്ള രീതിയിലാണ് ഇതാക്കിയത്. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. നോ സിറ്റി ഇല്ലേ? സിറ്റി പോയി ശരിക്കും സിറ്റി പോയ അത് നിങ്ങൾ എന്നെ ഊക്കാൻ വേണ്ടി പറയണാണോ? മോനെ, ഇന്നത്തെ സിറ്റി പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പാപ്പനെ നേരെ വിളിച്ചിട്ട് ഇന്നത്തെ ടർഫ് സെർവറിലെങ്കിലും ഞാൻ RP ചെയ്യും. ഒരു സംശയമില്ല, മനസ്സിലായ? ഞാൻ അപ്പാപ്പനെ വിളിച്ച് ഇപ്പൊ ഞാൻ ടർഫ് സെർവറിൽ RP ചെയ്തിട്ടേ ഞാൻ പോകുള്ളൂ ഇവിടുന്ന്. ഓക്കെ, വേറെ അതിനൊരു വർത്താനവും ഇല്ല. ഹലോ,